ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയ ക്ലാസ് നമുക്ക് തുടങ്ങാം. ഇന്ന് ഇത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള തിയറിയാണ്. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റിൽ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്കറിയാമല്ലേ, ക്ലാസിക്കൽ തിയറി, അതുപോലെ തന്നെ അതിനുശേഷം നിയോ ക്ലാസിക്കൽ തിയറി, അതിനുശേഷം കണ്ടംപററി തിയറീസ്, ഇങ്ങനെയാണ് ഈ മാനേജ്മെൻറ്റ് ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആക്ച്വലി മാനേജ്മെൻറ്റ് ഈ ക്ലാസിക്കൽ തിയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി, അതുപോലെ തന്നെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ആണ് ഈ മാനേജ്മെൻറ്റ് ആസ് എ സ്റ്റഡി ഒരു ഡിസിപ്ലിനായിട്ട് വരുന്നതും അതിൽ കൂടുതൽ തിയറീസ് ഉണ്ടാവുന്നതൊക്കെ. അപ്പോൾ അതിന് മുമ്പ് മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാലോ, ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ താജ്മഹൽ മീൻസ്, അതുപോലെ തന്നെ അതിലും പുരാതനമായിട്ട് ചൈനയിലെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, അതുപോലെ തന്നെ ഈജിപ്തിലെ പിരമിഡ്, ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് ജനങ്ങൾ വർക്ക് ചെയ്യുകയും, അതുപോലെ അതിനൊക്കെ അവരാരാണ് വർക്ക് ചെയ്യിച്ചിട്ടുണ്ടാവുക, സ്വാഭാവികമായിട്ടും മാനേജേഴ്സായിട്ടാണ് അവർക്ക് അത് ചെയ്തിട്ടുണ്ടാവുക. അപ്പം മാനേജ്മെൻറ്റ് പണ്ടുണ്ടായിരുന്നു. അത് മാനേജ്മെൻറ്റ് ആസ് എ സ്റ്റഡി ഒരു പഠന വിഭാഗമായിട്ട് വരുന്നത് എങ്ങനെയാണെന്നും പിന്നെ അതെങ്ങനെ ഉരുത്തിരിയുന്നു എന്നുള്ളതാണ് നമ്മൾ മീൻസ് പ്രധാനമായിട്ടും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായത് ക്ലാസിക്കൽ തിയറീസ് ആണ്. നിങ്ങൾക്കറിയാം, സോറി, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി, അതേപോലെ തന്നെ ബ്യൂറോക്രസി. ഈ 3 തിയറീസാണ് ഉണ്ടായത്. ഈ 3 തിയറീസ് ഉണ്ടായ സമയം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള തിയറികളും മാനേജ്മെൻറ്റും ഇവോൾവ് ചെയ്യാൻ കാരണം? അതിനു മുമ്പ് എത്രയോ വർക്കുകൾ, നേരത്തെ പറഞ്ഞ പോലത്തെ താജ്മഹൽ പോലത്തെ, അല്ലെങ്കിൽ മറ്റു വലിയ വലിയ അഡ്മിനിസ്ട്രേഷൻസ്, പല സംഭവങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു പഠന വിഭാഗം ആ സമയത്ത് ഉരുത്തിരിയാനുള്ള കാരണം എന്താണ്? നിങ്ങൾ ആരെങ്കിലും പഠിച്ചിരുന്നോ? നമ്മൾ കഴിഞ്ഞ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ജനറേഷൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമുക്കറിയാം 1750 ശേഷം ഒക്കെയാണ് ഉണ്ടായത്, ബ്രിട്ടനിലുണ്ടായ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ആ സമയത്ത് ആക്ച്വലി എന്ത് വ്യത്യാസമാണ് വന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, മുമ്പ് വെള്ളത്തിൻ്റെ പവർ ഉപയോഗിച്ചിട്ടായിരുന്നു പല മില്ലുകളും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് എനർജി, അതായത് കൽക്കരി പോലെയുള്ള സാധനങ്ങൾ ഒക്കെ വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും വലിയ തോതിലുള്ള വലിയ ഫാക്ടറികളും, വലിയ തോതിലുള്ള ജനങ്ങൾ തൊഴിലാളികളായിട്ടുള്ള വലിയ വലിയ ഫാക്ടറികൾ, അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള എന്താ പറയുക, ഫാക്ടറികളൊന്നും പണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആരംഭിച്ച സമയത്ത് നമുക്കറിയാം, തുണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പവർ ലൂംസ് ഒക്കെ കണ്ടെത്തി എന്നൊക്കെ ഉള്ളതാണ് കാരണം. എന്നാൽ രണ്ടാം ജനറേഷൻ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ എന്താ ഉണ്ടാവുന്നത്? ആരെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും രണ്ടാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സമയത്ത് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം? 1, 2, 3 പറയാം. ആക്ച്വലി ഒരു 3 കാരണങ്ങളാണ് പൊതുവെ എല്ലാ എക്സ്പേർട്സും പറയുന്നത്. ഏതെങ്കിലും അറിയാൻ പറ്റുമോ? അതെ, ഇലക്ട്രിസിറ്റിയുടെ ഇൻവെൻഷൻ ആയിരുന്നു. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ 1600 മുതലേ തന്നെ ആളുകൾ ഈ ഇലക്ട്രിസിറ്റി ഒക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1752 ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇടിമിന്നൽ എന്ന് പറഞ്ഞാൽ, ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രിസിറ്റി ആണെന്ന് പഠിച്ചത്. അതിനുശേഷം പിന്നെ ഈ ഈസ്റ്റഡ്, അതുപോലെ വോൾട്ട, ഇവരൊക്കെ ഇതിൽ വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേ അനുഭവം, പെട്രോളിയം കൂടി, അതും ഞാൻ പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റുകൾ നടക്കുന്നുണ്ടെങ്കിലും തന്നെ 1830കളിലാണ് മൈക്കൽ ഫാരഡെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടുപിടിക്കുന്നത്. അതുകൂടാതെ തന്നെ
ഏറ്റവും ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ വരുന്നത് 1879 അത് തോമസ് ആൽവ എഡിസൺ ഇൻകാൻഡസെന്റ് ബൾബ് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇൻകാൻഡസെന്റ് ബൾബ് കണ്ടുപിടിച്ചു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബ് രാത്രി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ മൈക്കൽ ഫാരഡെ കണ്ടുപിടിച്ച ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി പല മോട്ടോറുകൾ, അതുപോലെ തന്നെ 1881 ആദ്യമായിട്ട് ഒരു സിറ്റിയിൽ ഇലക്ട്രിസിറ്റി എന്താ പറയുക ഉപയോഗിച്ച് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കുന്നത് അത് പാരീസിലാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റുകൾ നടക്കുന്നത് ഈ 1870 80കളിലാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അനുഭവം പറഞ്ഞ പോലെ പെട്രോളിയം 1886 കാൾ ബെൻസ് ഒരു കംപ്ലീറ്റ് ഓട്ടോമൊബൈൽ കണ്ടുപിടിക്കുന്നത്. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്റേണൽ കമ്പസ്റ്റൻ വഴി പെട്രോൾ ഉപയോഗിച്ചിട്ട് ഒരു എൻജിൻ വർക്ക് ചെയ്യും. അത് ഓട്ടോമൊബൈൽ, അത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എൻജിൻ ആക്കാനും സാധിച്ചത് 1886 അതിനുശേഷം ഒരു 6 വർഷം കൂടി കഴിഞ്ഞപ്പോൾ 1892 റൂഡോൾഫ് ഡീസൽ ഒരു ഡീസൽ എൻജിൻ കണ്ടുപിടിക്കേണ്ടായി. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്കറിയാലോ, ഒരു കാർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രിസിറ്റി ബൾബ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോകത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം കൂടി ഉണ്ട്, ഒരു ബെസെമർ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ കെമിസ്ട്രിയിൽ നമ്മൾ ബെസെമർ പ്രോസസ്സ് പഠിക്കുന്നുണ്ട്. സ്റ്റീൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രോസസ്സാണ് ബെസെമർ പ്രോസസ്സ്. അതിനു മുമ്പ് പിഗ് അയണിൽ നിന്ന് സ്റ്റീൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു മാസ് പ്രൊഡക്ഷൻ സാധിക്കില്ല. ഓക്കെ, സ്റ്റീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ഇൻഡസ്ട്രിയാണ്, ബേസിക് ഇൻഡസ്ട്രിയാണ്. ബേസിക്കായിട്ട് നമുക്ക് മറ്റ് ഇൻഡസ്ട്രികൾ ഉണ്ടാവണമെങ്കിൽ സ്റ്റീൽ ആദ്യം ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ സ്റ്റീലിൻ്റെ അത് 1856 ഈ കണ്ടുപിടുത്തം വരുന്നത്, ബെസെമർ പ്രോസസ്സ്. അതിനുശേഷം പിന്നീട് പോലെ നല്ല രീതിയിൽ അതിനെ റിഫൈൻ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ഹാർത്ത് പ്രക്രിയ, അതുപോലെ തന്നെ പല ഓക്സിജൻ പ്രോസസ്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബെസെമർ പ്രോസസ്സ് ആ സമയത്ത് ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഇന്റേണൽ കമ്പസ്റ്റൻ, അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഉൽപാദനം, ഇതൊക്കെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ചേഞ്ച് വന്നത് ഈ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ്. അത് ഇങ്ങനെ ഇത്തരത്തിലുള്ള വലിയ ചേഞ്ചസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാക്ടറികളിലും ചേഞ്ച് വരും. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് സ്റ്റൈല് വരും. ഒരുപാട് ജോലിക്കാർ വരും. വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഇവരൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് മാനേജ്മെന്റ് എന്നുള്ള ഒരു പഠനശാഖ ഉരുത്തിരിയേണ്ടി വരും. അത് ഇന്നവിറ്റബിൾ ആണ്, അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ആ സമയത്ത്. അത്തരത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന കുറച്ച് തിയറീസാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സയൻറ്റിഫിക് മാനേജ്മെന്റ് തിയറി, അതുപോലെ തന്നെ ജനറൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി, മൂന്നാമത്തത് ബ്യൂറോക്രസി. ഈ 3 തിയറികളെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഓരോ തിയറികളും നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് എടുത്തിട്ട് വളരെ ഇലാബറേറ്റ് ആയിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ പ്ലേലിസ്റ്റിൽ. ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായും കാണണം. കാരണം ഒരു അസംഷനിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഓൾറെഡി നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടുണ്ടെന്ന്. രണ്ട് സ്ഥലത്ത് നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, ഒരേ സംഭവം തന്നെയാണ്. ഓക്കെ, മാനേജ്മെൻറ്റിലായാലും ശരി, അഡ്മിനിസ്ട്രേഷനിലായാലും ശരി, ഒരേ സംഭവം തന്നെയാണ് വിവരിക്കുന്നത്. അതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് ഞാനിവിടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിക്കൽ അപ്രോച്ചസിൽ എന്തൊക്കെയാണ് അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക ജോലിക്കാർ വന്നു. പലതരത്തിലുള്ള പ്രോസസ്സുകൾ, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡുകൾ വന്നു. അപ്പോൾ അതിന് എഫിഷ്യൻസി കൂട്ടണം, പിന്നെ ഒരു സ്ട്രക്ചർ വരുത്തണം, അതുപോലെ കൺട്രോൾ വരുത്തണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഏർലി ക്ലാസിക്കൽ അപ്രോച്ചസ് വന്നത്. ഓക്കെ, അപ്പോൾ അതിന് എഫിഷ്യൻസി ഒപ്റ്റിമൈസ് ചെയ്യാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ആണ് വന്നത്. വർക്കേഴ്സ് were viewed primarily as inputs to a process like machines. ഈ സമയത്ത് വർക്കേഴ്സിന് ജസ്റ്റ് ഒരു മെഷീൻ്റെ ഒരു പോലെ തന്നെയാണ് കൺസിഡർ ചെയ്തത്. ഓക്കെ, വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, വളരെ ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള സയൻറ്റിഫിക് തിയറികളാണ് ആ സമയത്ത് ഉരുത്തിരിഞ്ഞു വന്നത്. ഒന്നുകൂടി ജസ്റ്റ് നോക്കാം 3 തിയറീസും. നിങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിൽ കൂടി ഒരു ഓവർവ്യൂ മാത്രം ഞാനിവിടെ പറഞ്ഞു പോകാം.
ആദ്യത്തത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി. ഫ്രെഡറിക് വിൻസ്ലോ ട്രെയിലറാണ് ഇത് എന്താ പറയുക ഡെവലപ്പ് ചെയ്തത്. എന്താ പറയുക ഷോപ്പ് ലെവലിൽ വർക്ക് പ്രൊഡക്ഷൻ ലെവലിൽ അവിടുത്തെ ഇമ്പ്രൂവ്മെൻറ്റ് ഇത് കൂട്ടാനും എഫിഷ്യൻസി കൂട്ടാനും മാത്രമാണ് ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് നോക്കി വെക്കാം. സയൻറ്റിഫിക് ജോബ് അനാലിസിസ്, സ്റ്റഡി ടാസ്ക് ടു ഫൈൻഡ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് വേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ വർക്കിനെ ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ നമ്മൾ കൊണ്ടുവന്നു. പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ട്രയൽ ആൻഡ് എറർ നോക്കിയിട്ട് ഏത് തരത്തിലാണ് വൺ ബെസ്റ്റ് വേ ഏതാണ് എന്ന് ചെക്ക് ചെയ്യും. അത് ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിന് മുമ്പ് എങ്ങനെ ഈ സയൻറ്റിഫിക് മെത്തേഡ് പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് തോന്നുന്നു ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. പക്ഷെ അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഇത് വർക്ക് ചെയ്തിരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നതെന്ന് മനസ്സിലാക്കിയാലാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ ആദ്യത്തത് ടാസ്കുകൾ എങ്ങനെ ബെസ്റ്റ് എഫിഷ്യൻറ്റ് വേയിൽ കണ്ടെത്താണ്. മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂൾ ഓഫ് തമ്പ് എന്നുള്ളതാണ്. റൂൾ ഓഫ് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മാനേജർക്കോ അല്ലെങ്കിൽ മുമ്പുള്ള വർക്കറിനോ ഏതെങ്കിലും ഒരു രീതിയിൽ വർക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കുകയാണ് ഒരു ഇൻഡ്യൂഷൻ്റെ പുറത്ത്. അതിൽ ഏറ്റവും ബെസ്റ്റ് വേ എങ്ങനെയാണെന്ന് അവർ ആ നിഗമനത്തിലേക്ക് എത്തിയത് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ട്രൈ ചെയ്തിട്ട് അവസാനം ഒന്നിലേക്ക് എത്തല്ല അതിൽ ചെയ്യുന്നത്. ജസ്റ്റ് അവർ വർക്ക് ചെയ്തപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി, അപ്പോൾ അതൊരു റൂൾ ഓഫ് തമ്പായിട്ട് എടുത്തു, ഒരു ഇൻഡ്യൂഷൻ്റെ പേരിൽ ആ ഒരു മെത്തേഡ് എടുത്തു. അതല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു അറ്റംപ്റ്റും നടത്തിയിട്ടില്ല ഏതാണ് ബെസ്റ്റ് വേ എന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈലർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ബെസ്റ്റ് വേ ഏതാണെന്ന് കണ്ടെത്തി. അടുത്തത് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. ജോലിക്കാരെ മാനേജ്മെൻറ്റ് തന്നെ സെലക്ഷൻ ചെയ്യും, അവരെ ട്രെയിൻ ചെയ്യുകയും ചെയ്തു. ഹയർ വർക്കേഴ്സ് വിത്ത് റൈറ്റ് സ്കിൽ ആൻഡ് ട്രെയിൻ ദം പ്രോപ്പർലി. അതായത് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഏത് സ്കില്ലാണ് വേണ്ടത് ആ സ്കില്ലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്തത്. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? ഏർലിയർ ഇറ്റ് വാസ് ഡൺ ബൈ ദ വർക്ക് ഗ്യാങ് ദംസെൽഫ്. ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ ആ ഫാക്ടറിയിലേക്ക് കുറേ ആൾക്കാരുണ്ടാവും. ആ ആൾക്കാർ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊരു ഗ്യാങ് ആയിട്ട് വരും ജോലി ചെയ്യും. അപ്പോൾ അതിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടുകാരെ ഇവർ തന്നെ വിളിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ മാനേജർ സൂപ്പർവൈസേഴ്സ് അവർക്ക് ഇത്രത്തിലുള്ള സ്കില്ലുണ്ടോ, ഇവർ ഈ ജോബിന് പ്രോപ്പറായിട്ട് ഫിറ്റാണോ എന്നൊന്നും നോക്കില്ല. 10 ആൾക്കാരെ വേണമെന്ന് പറഞ്ഞാൽ ഇവർ 10 ആൾക്കാരെ കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് ജോലി ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട്. ഇവർ എന്താ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ 10 ആൾക്കാരെ കൂടുതൽ വേണമെങ്കിൽ ഇവർ ഇതിൻ്റെ ജോലി മെല്ലെ മെല്ലെ ചെയ്തിട്ട് ഈ 10 ആൾക്കാർക്ക് കൊടുക്കാവുന്ന രീതിയിൽ ആ ജോബിനെ ഭയങ്കരമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. സൂപ്പർവൈസേഴ്സിന് ഒന്നും ഇതിൽ കൃത്യമായിട്ട് ധാരണയില്ല എന്താണ് അവർ ചെയ്യുന്ന വർക്ക് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് മാനിപ്പുലേഷൻ ഈ വർക്കേഴ്സിനും വർക്ക് ഗ്യാങ്ങിനും ചെയ്യാൻ പറ്റിയിരുന്നു. ടൈലർ ഇതിൽ വളരെ അധികം ഇൻ്റർവെൻഷൻ ചെയ്ത് ഇതിൽ കൃത്യമായിട്ട് വർക്ക് എന്താണെന്ന് മാനേജ്മെൻറ്റിന് കണ്ടുപിടിച്ച് ആ മാനേജ്മെൻറ്റ് പറയുന്നത് ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ വർക്കറിനെ മാറ്റി. മുമ്പ് വർക്കറുടെ ഇഷ്ടമുള്ള രീതിയിൽ വർക്കറുടെ ഇഷ്ടമുള്ള ടൂൾ അനുസരിച്ച് വർക്കറുടെ ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് പണിയിച്ചത്. മാനേജ്മെന്റിന് ഇതിൽ വലിയ ഒരു റോളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിനൊരു പ്രോപ്പർ പ്രിൻസിപ്പിൾസ് കൊടുക്കുകയാണ്. ഏത് രീതിയിൽ ഒരു വർക്കറെ ഹയർ ചെയ്യണം, ഏത് രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, ഏത് രീതിയിലുള്ള ടൂൾസ് ഉപയോഗിക്കണം, ഏത് രീതിയിലുള്ള വർക്ക് ചെയ്യണം, ഇതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലേക്ക് ഗ്രാബ് ചെയ്യുകയാണ് ചെയ്തത്. മുമ്പ് വർക്കറാണ് ചെയ്തിരുന്നത്. അവർക്ക് അവരുടെ സ്വന്തം താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് പല രീതിയിലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫാക്ടറീസിൻ്റെ ഒബ്ജക്റ്റീവായിട്ടുള്ള എഫിഷ്യൻസി കാര്യങ്ങളൊന്നും നടക്കില്ല. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ടൈലർ ഓരോ വർക്കിനും ഏത് തരത്തിൽ എത്ര ലെങ്ത് ഉള്ള എത്ര വോള്യൂമുള്ള ടൂൾസ് ഉപയോഗിക്കണം എന്നൊക്കെ ചെയ്ത് ഓരോ ട്രയൽ ആൻഡ് എററിൽ പല തരത്തിൽ മെത്തേഡിൽ ചെയ്ത് ഏതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൂളെന്ന് കണ്ടെത്തി ആ ടൂള് വർക്കർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത്? വർക്കറിൻ്റെ ടൂൾസൊക്കെ കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് പാടെ ഒഴിവാക്കിയിട്ട് മാനേജ്മെൻറ്റ്
പറയുന്ന ടൂൾസ് ഉപയോഗിച്ച്, മാനേജ്മെൻറ്റിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് വർക്കർ വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിലാക്കി. ഓക്കെ, അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് വർക്ക്, സെപ്പറേറ്റ് പ്ലാനിങ് ഫ്രം ദ എക്സിക്യൂഷൻ, മാനേജേഴ്സ് പ്ലാൻ, വർക്കേഴ്സ് എക്സിക്യൂട്ട്. ഏർലിയർ ദർ വാസ് എ സൂപ്പർവൈസേഴ്സ് വർ സിഗ്നിഫിക്കൻ്റ്ലി ലാക്ക് ഓഫ് ദ നോളജ് ഓഫ് ദ ഗ്രൗണ്ട് ലെവൽ വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഡിവിഷൻ ഓഫ് വർക്കിൽ മാനേജർ പ്ലാൻ ചെയ്യും, മാനേജർമാർ പ്ലാൻ ചെയ്യും. ജസ്റ്റ് വർക്കറിൻ്റെ ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എക്സിക്യൂട്ടീവ് ചെയ്യുക, അല്ലാതെ അവർക്ക് അതിൽ പ്ലാൻ ചെയ്യാനോ അവരുടേതായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യാനോ അനുവദിക്കാതിരിക്കുക. ഓക്കെ, അത് മുമ്പ് ഇതിങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും ജോലി ചെയ്യുന്നില്ലെങ്കിൽ അവരെ ജോലി ചെയ്യേ എന്ന് പറയാൻ, ആരെങ്കിലും റെസ്റ്റ് എടുക്കണമെങ്കിൽ അവരെ എണീപ്പിച്ച് വർക്ക് ചെയ്യിപ്പിക്കാനേ സൂപ്പർവൈസർക്ക് പറ്റുള്ളൂ. അല്ലാതെ അവർ എന്ത് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണ്, അതിൻ്റെ മെത്തേഡ് എന്താണ്, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താണ്, ഇതൊന്നും സൂപ്പർവൈസർക്ക് അറിയില്ല. സൂപ്പർവൈസർ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മേൽനോട്ടത്തിന് മാത്രമേ അറിയുള്ളൂ. അവർക്ക് വർക്കിൻ്റെ ആയിട്ടുള്ള ക്യാരക്ടർ എന്താണ്, അതിൻ്റെ ടെക്നിക്സ് എന്താണ്, ഒന്നും സൂപ്പർവൈസർക്ക് അറിയുമായിരുന്നില്ല. ടൈലർ വന്നിട്ടാണ് അത്തരത്തിൽ ഏത് രീതിയിൽ വർക്ക് ചെയ്യണം, ഏത് രീതിയിൽ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ നോളജ് ആക്ച്വലി വർക്കറിൽ നിന്നും മാനേജ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ടൈലർ ചെയ്തത്. നിസ്സാര കാര്യമല്ല ആ സമയത്ത് ഈ പറഞ്ഞ ഒരു ട്രാൻസിഷൻ വരുത്തിയത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്? ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ കാര്യങ്ങൾ മാനേജ്മെൻറ്റ് മുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂടും. ക്ലിയർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ആര് എന്ത് ചെയ്യണമെന്നോ കൃത്യമായിട്ടുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ല കാര്യത്തിൽ. ഇംപ്രൂവ്ഡ് ട്രെയിനിങ് മെത്തേഡ്സ് ഇംപ്രൂവ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഇനി ക്രിറ്റിസിസം, ഇഗ്നോർ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ നീഡ്സ്. ആളുകളെ ഇത് എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു മെഷീൻ്റെ ഒപ്പമുള്ള ഒരു ഇതായിട്ട്, ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഇതിനെക്കുറിച്ച്, ടൈം മെഷീനോ എന്തോ ഫിലിം ഞാൻ മറന്നുപോയി, ഈ ഇതിലുള്ളത്. അതെ, മോഡേൺ ടൈംസ്, കറക്റ്റ്. മോഡേൺ ടൈംസ് ഈ ഒരു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറീനൊക്കെ എതിർത്തുകൊണ്ട് ഒരു ഹ്യൂമൻ ആസ്പെക്റ്റിൽ ഉണ്ടാക്കിയ സിനിമയാണ്. ഓക്കെ, പിന്നെ അതുപോലെ ക്യാൻ ലീഡ് ടു വർക്കർ ഡിസാറ്റിസ്ഫാക്ഷൻ. ഈ വർക്കറിന് യാതൊരുവിധ സാറ്റിസ്ഫാക്ഷനും കിട്ടില്ല. പണ്ട് അവർ തീരുമാനിക്കുന്ന ടൂളിൽ അവരുടെ ഇഷ്ടമുള്ള മെത്തേഡിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അത് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയിൽ അതൊന്നുമില്ല. കൃത്യമായിട്ട് എഴുതി വെക്കണം. ആക്ച്വലി ഷിഫ്റ്റിൽ വരുമ്പോൾ എന്ത് ടൂൾസ് ഉപയോഗിക്കണം, ഏത് വർക്കാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് റിട്ടൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എംപ്ലോയിക്ക്. അപ്പോൾ അവർക്ക് അതിൽ വേറെ യാതൊരുവിധ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പും ഇല്ല. ഓക്കെ, ഇതാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ക്ലാസ് തന്നെ ഇതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. കാണാത്തവരത് ആദ്യം കാണണം. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറി. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയിൽ പ്രൊഡക്ഷൻ ഹാളിൽ അല്ലെങ്കിൽ ഷോപ്പ് ലെവലിൽ എന്താണോ ചെയ്തത് ആ ഒരു റിഫോംസ് ആണ് ടോട്ടൽ മാനേജ്മെൻറ്റിൽ, ഒരു ഹയർ മാനേജ്മെൻറ്റിൽ ഹെൻറി ഫയോളും പല ആൾക്കാരും ഉണ്ട് അതിൽ. ഹെൻറി ഫയോൾ മാത്രമല്ല, ഡെവലപ്പ് ചെയ്ത ഹെൻറി ഫയോളാണെങ്കിൽ ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷൻ അതിലുണ്ട്. അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആരൊക്കെയാണ്? മൂണി, അതുപോലെ ലൂത്തർ ആൻഡ് ഗുള്ളിക്ക്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു 14 പ്രിൻസിപ്പിൾസ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. ഡിവിഷൻ ഓഫ് വർക്ക്, യൂണിറ്റി ഓഫ് കമാൻഡ്, സ്കേലാർ ചെയിൻ, എസ്പെരിറ്റ് ഡെ കോർപ്സ്. കംപ്ലീറ്റ് നമ്മൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് ഞാനത് എക്സാമ്പിളായിട്ട് ഇട്ടതാണ്. ഇത്ര പഠിച്ചാൽ പോരാ, അതിൽ 10 ഇമ്പോർട്ടൻ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് 10ഉം കൃത്യമായിട്ട് പഠിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറിയിൽ. ഓക്കെ, ഇപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹയർ മാനേജ്മെൻറ്റിൽ, ടോപ്പ് മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്, വർക്ക് മീൻസ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റി, ഒരു ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയാസാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് തിയറിയിലുള്ളത്.
അതിന് കോൺട്രിബ്യൂഷൻ സ്ട്രക്ചേർഡ് അപ്രോച്ച് ടു മാനേജ്മെന്റിന് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് കൊടുത്തു. അതുപോലെ തന്നെ എംഫസൈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോൾ. അത്തരത്തിലുള്ള ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് ഇതിനൊക്കെ വളരെ എംഫസൈസ് കൊടുത്തു. ഇനി നമ്മൾ മാനേജ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട പ്ലാനിങ്, ഓർഗനൈസിങ് അങ്ങനെയുള്ള ഫങ്ഷൻസ് നമ്മൾ വഴിയെ പഠിക്കും. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ ക്രിറ്റിസിസം മേ ബി ടു റിജിഡ് ഓർ ഐഡിയലിസ്റ്റിക് ഇൻ മോഡേൺ ഡൈനാമിക് സെറ്റിങ്സ്. നമ്മൾ മോഡേൺ സെറ്റിങ്സിൽ ഇത്തരത്തിൽ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ്, സ്കേലാർ ചെയിൻ, ഇതിൽ ഓരോ പ്രിൻസിപ്പിൾസ് ആണല്ലേ പറയുന്നത്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം മീൻസ് കമാൻഡ് കൊടുക്കുക, ഒരാളിൽ നിന്ന് മാത്രം കമാൻഡ് സ്വീകരിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം സ്പാൻ ഓഫ് കൺട്രോൾ, ഇത്ര ഒരു സൂപ്പർവൈസർക്ക് ഇത്ര എംപ്ലോയീസ് മാത്രം, സബോർഡിനേറ്റ്സ് മാത്രം. അത്തരത്തിലുള്ള എല്ലാതും വളരെ റിജിഡായിട്ടും വളരെ ഐഡിയലിസ്റ്റിക് ആണ്. ഇതൊന്നും നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള ഇന്നത്തെ ഒരു സെറ്റിങ്സിൽ എല്ലാതും വർക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, അതാണ് ഒരു ക്രിറ്റിസിസം. അടുത്തത് ബ്യൂറോക്രസി. ബ്യൂറോക്രസിയുടെയും ഒരു ഓവർവ്യൂ ആണ്. നമ്മളെല്ലാതും ഓരോ ക്ലാസ്സുകളായിട്ടാണ് അഡ്മിനിസ്ട്രേഷനിൽ എടുത്തിട്ടുള്ളത്. അത് എന്തായാലും കാണണം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എവല്യൂഷനോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ കംപ്ലീറ്റ് കോറായിട്ടുള്ള അതിന്റെ കൺസെപ്റ്റോ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റേറ്റീവ് ആയിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്ര മാത്രം ഇതിൽ കൊടുത്തത്. രണ്ടിനും പഠിക്കാനുള്ളതാണ് എന്ന് ചുരുക്കം. അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലും നമുക്ക് ഇതൊക്കെ പഠിക്കാനുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നമുക്ക് ഇതൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ബ്യൂറോക്രസി മാക്സ് വെബർ ആണ് ഡെവലപ്പ് ചെയ്തത്. ആക്ച്വലി ഡെവലപ്പ് ചെയ്തതല്ല, അത് നിങ്ങൾക്കറിയാം. ഇദ്ദേഹം എന്താ ചെയ്താൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോർ ഐഡിയാസ് കളക്ട് ചെയ്തിട്ട് ഒരു ഐഡിയൽ ബ്യൂറോക്രസി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഇദ്ദേഹം അതിനൊന്ന് കമൻറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ബ്യൂറോക്രസി ഇദ്ദേഹത്തിന് മുമ്പും ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം വലിയ വലിയ അഡ്മിനിസ്ട്രേഷൻസ്, പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻസ്, രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സിറ്റികളുടെ അഡ്മിനിസ്ട്രേഷനിൽ ബ്യൂറോക്രസി സ്വാഭാവികമായിട്ടും ഒരു ഘടകമായിരുന്നു. മാക്സ് വെബർ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും ഇത് നല്ല പ്രാക്ടീസാണോ, ഇത് ചീത്ത പ്രാക്ടീസാണോ, ഐഡിയലി എങ്ങനെ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡിയൽ ബ്യൂറോക്രസിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, കീ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി: ക്ലിയർ ഹൈറാർക്കി ഓഫ് അതോറിറ്റീസിൻ്റെ ഒരു ഹൈറാർക്കി ഉണ്ട്. ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അത് വളരെ പ്രധാനപ്പെട്ടാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പ്രധാനപ്പെട്ടത്. ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നു എന്നുള്ളതല്ല, എന്താണ് പ്രൊസീജിയേഴ്സ്, ഇതാണ് ബ്യൂറോക്രസിയിൽ പ്രധാനം. ഇംപേഴ്സണാലിറ്റി, റൂൾ ബേസ്ഡ് ഡിസിഷൻസ്. ഇപ്പോൾ ഒരു ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും. അപ്പോൾ അയാൾ ഒരു കാര്യം പറഞ്ഞു, ഓക്കെ, അപ്പോൾ അയാൾ പറയുന്നു എന്നുള്ളതുകൊണ്ട് അയാൾക്ക് ലോയൽറ്റി കൊടുക്കാൻ പാടില്ല. ബ്യൂറോക്രസിയിൽ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പൊസിഷനാണ് ലോയൽറ്റി കൊടുക്കുന്നത്, അല്ലാതെ വ്യക്തിക്കല്ല. ഓക്കെ, അപ്പോൾ ആ വ്യക്തിയോട് ലോയൽറ്റി ഉണ്ടാവാതിരിക്കാം. പക്ഷെ ബ്യൂറോക്രസിയിൽ ഏറ്റവും നമുക്കൊരു കൃത്യമായ ഒരു ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കിയിൽ ഓരോ പൊസിഷനും ആണ് നമ്മൾ അതിൻ്റെ എംപ്ലോയീസ് ലോയൽറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, മെറിറ്റ് ബേസ്ഡ് ഹയറിങ് ആൻഡ് പ്രൊമോഷൻ. ഇതും പണ്ടത്തെ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വലിയ പ്രഭു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല എന്തെങ്കിലും വലിയ വലിയ പൊസിഷനിൽ മുമ്പ് ഇവരെ പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിന് പകരം മെറിറ്റ് ആണ് നോക്കേണ്ടത്. ഇൻ്റർവ്യൂ എടുത്ത് അതുപോലെ പരീക്ഷ എഴുതി ഒക്കെ അതിൻ്റെ കറക്റ്റ് മെറിറ്റിനനുസരിച്ചിട്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ പ്രൊമോഷനും അത്തരത്തിൽ തന്നെ. ഓക്കെ, എന്താണ് കോൺട്രിബ്യൂഷൻ നോക്കാം. ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോർപ്പറേറ്റ് സ്ട്രക്ചേഴ്സ്. കോർപ്പറേറ്റ് സ്ട്രക്ചറും അതുപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും വലിയ സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. ക്രിറ്റിസിസം ക്യാൻ ലീഡ് ടു റിജിഡിറ്റി. വളരെ റിജിഡായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറാം. മേ റെഡ്യൂസ് ഇന്നോവേഷൻ ആൻഡ് റെസ്പോൺസീവ്നെസ്സും ഇന്നോവേഷനും ഇല്ലാതാകും. അതെന്താ കാരണം എന്ന് നമുക്കറിയാം. ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് ഒരു ഇന്നോവേഷൻ ഉണ്ടാവാതിരിക്കുന്നതും റെസ്പോൺസിവ്നെസ് ഉണ്ടാവാതിരിക്കുന്നതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിച്ചതാണ്. ഓക്കെ, ഇത്രയാണ് ക്ലാസിക്കൽ അപ്രോച്ചസ്. നമുക്ക് എന്താണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം.
ഇഗ്നോറിങ് ഹ്യൂമൻ എലമെൻറ്റ് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ക്ലാസിക്കൽ അപ്രോച്ചസിലെ ഇൻഡിവിജ്വൽ നീഡ്സ്, വ്യക്തിപരമായിട്ട് എന്ത് നീഡ്സ് ഉണ്ടോ അതൊന്നും അതിൽ ചെയ്തില്ല. പിന്നെ വർക്കർ ഡിസാറ്റിസ്ഫാക്ഷൻ, ദീസ് അപ്രോച്ചസ് ക്യാൻ ലീഡ് ടു ഡിക്രീസ്ഡ് മോട്ടിവേഷൻ. ഒരു മോട്ടിവേഷനും ഇല്ലാതെ ആ പണത്തിന് വേണ്ടിയിട്ട് മാത്രം അവിടെ ജോലിക്ക് വരും, അത് എങ്ങനെയെങ്കിലും ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ്. ഇൻഫ്ലെക്സിബിൾ ആൻഡ് റിജിഡിറ്റി, ദേ ആർ സ്ലോ ടു അഡാപ്റ്റ് ടു ചേഞ്ച് ഇൻ ദ മാർക്കറ്റ്. എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതൊന്നും ഇവിടെ പ്രശ്നമല്ല. ആ തിയറി ബുക്ക് ബൈ ബുക്ക് വെച്ച് പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഏർലി ക്ലാസിക്കൽ അപ്രോച്ചസിൽ ഉള്ളത്. ഇത്രയാണ് ക്ലാസിക്കൽ അപ്രോച്ചസിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്തത് നിയോ ക്ലാസിക്കൽ അപ്രോച്ചസ്, ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ് ഏറ്റവും. ഓക്കെ, ബ്യൂറോക്രസി ഒന്നുകൂടെ പറയാം. ബ്യൂറോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു 4 എണ്ണമല്ല, ഒരുപാട് കാര്യങ്ങൾ ബ്യൂറോക്രസിയിൽ പ്രധാനപ്പെട്ടതുണ്ട്. അതിൽ വളരെ കീ ഫീച്ചേഴ്സായിട്ട് ഇത് പറയാണ്. ഒന്ന് വെച്ചാൽ ക്ലിയർ ഹയറാർക്കി ആൻഡ് അതോറിറ്റി. ഹയറാർക്കി ഉണ്ട്, നമുക്ക് അറിയാം, ഒരു പൊസിഷൻ, അതിൻ്റെ മുകളിൽ വേറെ പൊസിഷൻ, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പരിചയക്കാരോ ആരെങ്കിലുമൊക്കെ മുകളിലുണ്ടെങ്കിൽ അപ്പോൾ അവർക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ഫോർമൽ എൻവയോൺമെൻറ്റ് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, ആ ബ്യൂറോക്രസിയിൽ അത് ഒട്ടും വയബിൾ അല്ല. ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമലായിട്ടുള്ള ഹൈറാർക്കി ഫോളോ ചെയ്തേ പറ്റൂ. ഓക്കെ, അതുപോലെ ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു റൂളുണ്ട്, അത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് നോംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ നോംസിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു അപേക്ഷ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് ഇന്ന സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വേണം എന്ന് പറയണം. അപ്പോൾ ആ സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല. അതൊരു റൂളാണ്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണത്. അപ്പോൾ അത് ഫോളോ ചെയ്യണം ബ്യൂറോക്രസിയിൽ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി, അതായത് ആ ഒരു അപേക്ഷ ജെന്യുവനാണ് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോസസ്സ്, ഒരു സ്ഥലത്ത് തീ കത്തിപ്പിടിച്ചു ഒരു ഫാക്ടറിയിൽ. അപ്പോൾ ആ ഫാക്ടറിയിൽ തീ കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു പ്രോട്ടോക്കോൾ ഉണ്ടായിരിക്കും. ആ പ്രോട്ടോക്കോൾ നിങ്ങൾ ഫോളോ ചെയ്യണം. അതല്ലാതെ നിങ്ങൾ ചെയ്ത ചിലപ്പോൾ എളുപ്പത്തിൽ ആ തീ അണഞ്ഞേക്കും. എന്നാലും അതല്ല കമ്പനി നോക്കുക, ആ റൂൾസ് ഫോളോ ചെയ്തോ എന്നാണ് നോക്കുക. ഓക്കെ, ബ്യൂറോക്രസിയുടെ ഒരു പ്രശ്നവും ബ്യൂറോക്രസിയുടെ ഒരു അഡ്വാൻറ്റേജും അത് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആൾക്കാർ പറയും ഒരു വ്യക്തത ഇല്ലാത്ത പ്രശ്നമില്ല, എന്താണ് ചെയ്യേണ്ടതെന്നുണ്ട് അത് ഓൾറെഡി. ഓക്കെ, അതേപോലെ തന്നെ ഇംപേഴ്സണാലിറ്റി. ഇംപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പൊസിഷനായാലും ആ വ്യക്തി ലോയൽറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ആ വ്യക്തിയോടല്ല, ആ പൊസിഷനോടാണ്. ഓക്കെ, ഇംപേഴ്സണലാണ് എല്ലാ ഡെസിഗ്നേഷനും. റൂൾ ബേസ്ഡ് ഡിസിഷൻസ്, ഒരു റൂള് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് റൂൾ ബേസ്ഡ് ആണ്. നമ്മുടെ ഒരു ഇൻഡ്യൂഷനെ കുറിച്ചല്ല, ഇൻഡ്യൂഷൻ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പേഴ്സണൽ താല്പര്യങ്ങൾ വെച്ചിട്ടല്ല ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, ഒരു റൂൾ ബേസ്ഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മെറിറ്റ് ബേസ്ഡ് ഹയറിംഗ് ആൻഡ് പ്രൊമോഷൻ. ഹയറിംഗ് ചെയ്യുന്നതും പ്രൊമോഷൻ ചെയ്യുന്നതും മെറിറ്റാണ്. ആ ജോലി ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അവർക്ക് ആ ജോലി കൊടുക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നിയോ ക്ലാസിക് തിയറീസിലേക്ക് പോവാം. ഇതിൽ നിങ്ങൾക്ക് അറിയാം, ഹോത്തോൺ എക്സ്പെരിമെൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ഈ ഹോത്തോൺ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിഗമനങ്ങളാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചസിലേക്കും ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റിലേക്കും നയിച്ചത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ വെച്ചാൽ സോഷ്യൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഹ്യൂമൻ മോട്ടിവേഷൻ, ഇതൊക്കെ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ഏത് തരത്തിലാണ് എംപ്ലോയീസിനോട് മിങ്കിൾ ചെയ്യുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന തിയറികളാണ് ഈ നിയോ ക്ലാസിക്കൽ അപ്രോച്ചസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ നമുക്കറിയാം ഹ്യൂമൻ റിലേഷൻ തിയറി.
ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം തന്നെ ഈ ക്ലാസിക്കൽ തിയറീസിൻ്റെ ലിമിറ്റേഷനാണ്. ഹോത്തോൺ സ്റ്റഡീസ് 1924 മുതൽ 32 വരെ ആരാണ് നടത്തിയത്? എൽട്ടൺ മേയോ ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ദ ഹ്യൂമൻ ആൻഡ് സോഷ്യൽ ഫാക്ടേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. Key concept: workers are not just economic beings but social beings with emotional needs. അതുപോലെ തന്നെ ഇൻഫോർമൽ ഗ്രൂപ്പ്സ്, communication and a sense of belongings boost productivity. Leadership styles and employee morale greatly impact the performance. മൂന്ന് പ്രാവശ്യം കൂടി നോക്കാം എന്തൊക്കെയാണ്. വർക്കേഴ്സ് ആർ നോട്ട് ജസ്റ്റ് ബീയിങ് എക്കണോമിക് ബീയിങ് ബട്ട് എ സോഷ്യൽ ബീയിങ് വിത്ത് ഇമോഷണൽ നീഡ്സ്. ജനങ്ങളെ, എംപ്ലോയീസിനെ അവർ ചെയ്ത വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവർക്ക് ഒരു സോഷ്യൽ റിവാർഡ് കൊടുക്കാനും ഒക്കെ മറന്നു പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഒരു ജസ്റ്റ് സാലറിക്ക് വേണ്ടി മാത്രമല്ല എംപ്ലോയീസ് വരുന്നത്. അവർ ചെയ്യുന്ന ഒരു വർക്കിനെ അഭിനന്ദിക്കാനും അത്തരത്തിലുള്ള ഒരു സോഷ്യൽ നീഡ് അവർക്കുണ്ട്. നമ്മൾ അഭിനന്ദിക്കപ്പെടാനും നമ്മൾ ഒരു ബിലോങ്ങിങ്സ്, നമ്മൾ ഒരു കൂട്ടത്തിലെ ആളാണെന്ന് നമുക്ക് തോന്നാനും അതൊക്കെ ഒരു നമ്മുടെ സോഷ്യൽ നീഡാണ്. ആ നീഡ് നമുക്ക് കിട്ടണം. ഓക്കെ, അതുപോലെ ഇൻഫോർമൽ ഗ്രൂപ്പ്സ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്സ് ബൂസ്റ്റ് പ്രൊഡക്ടിവിറ്റി. ഇൻഫോർമൽ ഗ്രൂപ്പ്സ് എൽട്ടൺ മേയോനെ പഠിക്കുമ്പോൾ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അതായത് നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചാനൽ മാത്രമല്ല ഉള്ളത്, വർക്കേഴ്സ് അവർ കൂടിയിട്ട് ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിന് അതിൻ്റേതായിട്ടുള്ള നോംസ് ഉണ്ടായിരിക്കും. അത് ചില നിയമങ്ങൾ അതിൽ വെക്കും. കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നവരെ അതിൽ പരിഹസിക്കും. കുറവ് വർക്ക് ചെയ്യുന്നവരെ അവർ എന്താ പറയുക, ഭയങ്കര അതും റെസ്ട്രിക്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഗ്രൂപ്പിന് എന്താണ് ഒബ്ജക്റ്റീവ്സ് അതിനനുസരിച്ച് വർക്ക് ചെയ്യിപ്പിക്കും. അതേപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് എംപ്ലോയി മൊറൽ ഗ്രേറ്റ്ലി ഇമ്പാക്ട് പെർഫോമൻസ്. ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫോർമൽ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ഇൻഫോർമൽ ഗ്രൂപ്പിങ്ങിൽ ഉണ്ടാവുന്ന അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആങ്സൈറ്റീസ്, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ലീഡർ ആയിരിക്കേണ്ടത്. ഓക്കെ, അതാണ് ഈ എൽട്ടൺ മേയോന്റെ ഹ്യൂമൻ റിലേഷൻ തിയറിയിൽ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത്. ഇത് അല്ലെങ്കിൽ ആ കമ്പനി എന്താ പറയുക, ഒരു എഫിഷ്യൻ്റ് ആയിട്ട് മാറില്ല. ഈ എൽട്ടൺ മേയോന്റെ തിയറിയിൽ തന്നെ പറയുന്നുണ്ടല്ലേ, അതായത് ഇവർ ജസ്റ്റ് ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചു എന്താണ് പ്രശ്നം എന്നുള്ളത്. അങ്ങനെ പ്രശ്നം ചോദിക്കുന്നതിൽ കൂടെ തന്നെ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്. അതല്ലാതെ ഇവർ അതിനുള്ള പരിഹാര മാർഗങ്ങളൊന്നും കണ്ടില്ലെങ്കിൽ കൂടി ഇത് എല്ലാ എംപ്ലോയീസിനോടും ഈ എക്സ്പെരിമെന്റിലെ ഒരു സമയത്ത് ചോദിക്കുന്നത് വഴി അപ്പോൾ അവർക്ക് എന്താ ഫീലിംഗ് ഉണ്ടായത്? ഓക്കെ, ഞങ്ങളെ കൂടി കേൾക്കുന്നുണ്ട്, ഞങ്ങൾ കൂടി പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു ഫീലിംഗ് തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. കോർ കോൺട്രിബ്യൂഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. മോട്ടിവേഷൻ്റെയും ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെയും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെയും ആവശ്യം ഇത് കൃത്യമായിട്ട് ഉയർത്തി കാണിച്ചു. റെക്കഗ്നൈസ് ദ റോൾ ഓഫ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയിയുടെ പാർട്ടിസിപ്പേഷൻ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ ഷിഫ്റ്റഡ് മാനേജ്മെന്റ് ഫോക്കസസ് ടു പീപ്പിൾ ഓറിയന്റഡ് അപ്രോച്ചസ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലാസിക്കൽ തിയറീസിൽ നിന്ന് ഈ മാനേജ്മെന്റിന്റെ ഫോക്കസ് പീപ്പിൾ ഓറിയന്റഡ് ആവുന്നത് ഈ ഹ്യൂമൻ റിലേഷൻ തിയറി വരുന്നതാണ്. ഇമ്പാക്ട് എന്താണ്? ബർത്ത് ഓഫ് മോഡേൺ ഹ്യൂമൻ റിലേഷൻ പ്രാക്ടീസസ്, influenced theories like theory Y and organizational behavior. പല X and Y theories, organizational behavior theories ഒക്കെ വന്നു. അതുപോലെ തന്നെ ക്രിറ്റിസിസംസ്, മേ അണ്ടർസ്റ്റിമേറ്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ ആസ്പെക്ട്. ഇത് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഹ്യൂമൻ റിലേഷൻസ്, ഇൻഫോർമൽ ഗ്രൂപ്പിംഗ്, ഇതൊക്കെ പറയുമ്പോൾ ഇവർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിനെയും അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിനെയും ഇതിൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. സംടൈംസ് സീൻ ആസ് ടു ഐഡിയലിസ്റ്റിക്. ഓക്കെ, അതാണ് ഇതിലുള്ളത്. ഇനി ഹ്യൂമൻ റിലേഷൻ തിയറിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ബിഹേവിയറൽ തിയറീസ് പഠിക്കാം. അത് നിയോ ക്ലാസിക്കൽ തിയറീസ് ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ള തിയറീസ് ആണ്. ഓക്കെ, ഇതും ഈ ക്ലാസിക്കൽ തിയറീസിൽ വരുന്നതാണ്. ബിഹേവിയറൽ തിയറീസ് എന്താണ്? ഇൻഡിവിജ്വൽ ബിഹേവിയർ, മോട്ടിവേഷൻ ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അതിന് എംഫസിസ് കൊടുത്താണ്. ബ്ലെൻഡ് ഇൻസൈറ്റ്സ് ഫ്രം സൈക്കോളജി, സോഷ്യോളജി, മാനേജ്മെന്റ്. ആരൊക്കെയാണ് കീ കോൺട്രിബ്യൂട്ടർ? ഡഗ്ലസ് മക്ഗ്രിഗർ, ക്രിസ് അജൈറിസ്,
ഹെർബർട്ട് സൈമൺ, അബ്രഹാം മാസ്ലോ. ഈ ബിഹേവിയർ തിയറീസും ഹ്യൂമൻ റിലേഷൻ തിയറീസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുന്നേ പറഞ്ഞതാണ്. ഹ്യൂമൻ റിലേഷൻ തിയറിയിൽ ഇവരൊരു വർക്ക് എൻവയൺമെൻറ്റിൽ, ഒരു സോഷ്യൽ എൻവയൺമെൻറ്റിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ് എടുക്കുന്നത് എങ്കിൽ, ബിഹേവിയർ തിയറിയിൽ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതിനാണ് ബിഹേവിയറൽ തിയറീസ് എന്ന് പറയുന്നത്. മറ്റേതൊരു ഗ്രൂപ്പ് ഡൈനാമിക്സിൽ എങ്ങനെ വർക്ക് ചെയ്യും, ആൾക്കാരെ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഹ്യൂമൻ റിലേഷൻസിൽ നോക്കുന്നത്. ഓക്കെ, ആദ്യത്തെ തിയറി വളരെ ഫേമസ് ആയിട്ടുള്ള മാസ്ലോന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ്. ഇതിൽ എല്ലാ മനുഷ്യർക്കും 5 തരത്തിലുള്ള നീഡ്സ് ഉണ്ട്. ഒരു ലെവലിലെ നീഡ്സ് ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്കുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്യാനായിരിക്കും മോട്ടിവേഷൻ. അതിനുശേഷം അടുത്തത്, അങ്ങനെ അവസാനം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന ഒരു പൊസിഷനിലേക്ക് എത്തും. ആദ്യത്തേത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, നമ്മുടെ വിശപ്പ്, ഭക്ഷണം, ഡ്രസ്സ്, അങ്ങനെയൊക്കെ ഉള്ളത്. അടുത്ത സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബ് സെക്യൂരിറ്റി, നമ്മുടെ ഫാമിലിയുടെ സെക്യൂരിറ്റി. പിന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ് മൂന്നാമത്തത്. നമുക്ക് എന്താ പറയുക, ലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിൽ നമ്മൾ അംഗമാണ്, ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അംഗമാണ് എന്നുള്ളത് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ കാര്യങ്ങൾ. എസ്റ്റീം, നമുക്ക് റിവാർഡ്സ്, സെൽഫ് എസ്റ്റീംസ് കിട്ടുന്നത്. പിന്നെ അവസാനം സെൽഫ് ആക്ച്വലൈസേഷൻ. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഇതും നമ്മൾ എല്ലാ തിയറീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചെറിയൊരൊറ്റ സ്ലൈഡിൽ ഞാനത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഇംപ്ലിക്കേഷൻ ഫോർ മാനേജ്മെന്റ്. മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് റിക്വയർ അണ്ടർസ്റ്റാൻഡിങ് വിച്ച് നീഡ് ലെവൽ ദേ ആർ കറന്റ്ലി ഇൻ. അതായത് ഇതൊക്കെ അറിഞ്ഞിട്ട് മാനേജ്മെന്റിന് എന്താ പ്രയോജനം? ഇതൊരു വ്യക്തിയുടെ പേഴ്സണലായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ പേഴ്സണലായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളിൽ എന്താണ് ബെനിഫിറ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഏത് നീഡ് ലെവലിലാണ് ഇയാൾ ഉള്ളത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാനേജ്മെന്റിന് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനനുസരിച്ച് അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മാനേജ്മെന്റിനുള്ള ഇംപ്ലിക്കേഷൻ. കോൺട്രിബ്യൂഷൻ, ഷിഫ്റ്റഡ് ഫോക്കസ് ഫ്രം എക്കണോമിക് ഇൻസെന്റീവ് ടു ദ പേഴ്സണൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ്. ഒരു എപ്പോഴും ഇൻസെന്റീവ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പൈസ കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് മാറി അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള നീഡ്സുകൾ ഫോക്കസ് ചെയ്യാനും സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് ഫോക്കസ് ചെയ്യാനും തുടങ്ങി. അതാണ് നമ്മുടെ ഒരു മാനേജ്മെന്റിൽ ഇതിന്റെ കോൺട്രിബ്യൂഷൻ. അടുത്തത് തിയറി എക്സ് ആൻഡ് വൈ. മെക്ഗ്രിഗറിന്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. തിയറി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ വ്യൂ ആണ്. അതായത് ജനങ്ങൾ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്തെങ്കിലും ഉത്തരവാദിത്വം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിഞ്ഞു മാറും. അതുപോലെ തന്നെ ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യണം, സ്വയമായിട്ട് ഒരു കാര്യം അവരുടെ പ്രൊവാക്റ്റീവായിട്ട് ചെയ്യില്ല. എന്നാൽ തിയറി വൈ പറയുന്നത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള വ്യൂ ആണ്. അവർ എല്ലാവരും സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആസ്വദിക്കുന്നവരാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വർക്ക് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ട് തിയറീസ് വെച്ചത്. ആദ്യത്തെ ക്ലാസിക്കൽ തിയറീസിന്റെ ഒരു റിഫ്ലക്ഷനാണ്. രണ്ടാമത്തത് മോഡേൺ ആയിട്ട് എങ്ങനെ ആൾക്കാരെ മാനേജ്മെന്റ് സ്റ്റൈൽ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇതിന്റെ രണ്ടിന്റെ ഒരു കൊളാബറേഷൻ ആയിരിക്കണം ഒരു വ്യക്തിയുടെ മാനേജ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോറി. അടുത്തത് ക്രിസ് അജാലിസിന്റെ മെച്യൂരിറ്റി ഇമ്മെച്യൂരിറ്റി തിയറിയാണ്. ഇത് നമ്മൾ ആദ്യം പഠിച്ചിട്ടില്ല. ഇത് ആക്ച്വലി ഈ മെക്ഗ്രിഗറിന്റെ എക്സ് ആൻഡ് വൈ തിയറിയുടെ ഒപ്പം ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ്. എക്സ് ആൻഡ് വൈ തിയറി വെച്ചിട്ട് തന്നെ. അപ്പൊ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ വർക്കേഴ്സിനെ വളരെ ഇമ്മെച്യൂർ ആയിട്ട് ഒരു ചൈൽഡായിട്ട് കണക്കാക്കും. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മെച്യൂരിറ്റി പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടെ ഗ്രോത്ത് ലിമിറ്റ് ചെയ്യും. കാരണം എന്തും പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എന്തും ഈ തിയറി എക്സ് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം എന്ത് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ബേസിക് അസംഷൻ ഇവിടെയല്ല, അതിന്റെ തിയറി വരുന്നത് ഈ പ്രോസസ്സിലാണ്. അതായത് ഇൻഡിവിജ്വൽസ് ആർ നാച്ചുറലി മൂവ്സ് ഫ്രം passivity to activity, dependence to independence, shallow and to deep interest. അതായത് ഒരാളുടെ
വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂ ആണ്. ഓക്കെ, ലൈഫ് ലോങ് കണ്ടിന്യൂ ആണ്. അതിൽ ഈ ആൾ എന്ത് ചെയ്യുന്നു, ഇമ്മെച്യൂർ ആയിട്ടുള്ള ബിഹേവിയറിൽ നിന്ന് മെച്യൂർ ആയിട്ടുള്ള ബിഹേവിയറിലേക്ക് കണ്ടിന്യൂസ്ലി അവർ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരു മൂവ്മെന്റിനെ കമ്പനികൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. കാരണം അവർ ഇമ്മെച്യൂർ ആയിട്ട് ബിഹേവിയർ അതൊരു അസംഷനിൽ, നിങ്ങളൊരു ചൈൽഡ് ആണെന്നുള്ള അസംഷനിൽ ഓർഗനൈസേഷൻ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രസ്ട്രേഷൻ ആവും. കാരണം ഒരു മെച്യൂർ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു പ്രോസസ്സാണത്. അതായത് ഒരു മെച്യൂർ ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഇമ്മെച്യൂർ ആയിട്ടുള്ള വ്യക്തി എന്നുള്ളതൊന്നുമില്ല. ഓരോ വ്യക്തിയും മെച്യൂർ ആവാനുള്ള ഒരു പ്രോസസ്സിലാണ്. ഇത് ട്രഡീഷണൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു റോങ് ആസ്പെക്ട് എടുത്തുകൊണ്ട്, തിയറി എക്സ് എടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, നിങ്ങൾക്കതൊരു ഫ്രസ്ട്രേഷൻ വരും. കാരണം ഒരു മെച്യൂർ, ഓക്കെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ നീ എപ്പോഴും ചെയ്താലും ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്, ഓക്കെ അടുത്ത തവണ തിരുത്തണം എന്ന് പറയുന്നത് ഏതാണ്, എപ്പോൾ ചെയ്യാനും ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറയുന്നത് നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ചൈൽഡാണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊരു ചൈൽഡാണ് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് അത് വരുന്നത്. എന്നാൽ രണ്ടാമത്തെ കാര്യത്തിൽ അത് തെറ്റിയാലും കുഴപ്പമില്ല, അതൊരു അങ്ങനെയല്ലേ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളെ ഒരു കണ്ടിന്യൂ ആയിട്ട് കാണുകയാണ്. അതായത് ഒരു പ്രോസസ്സ്, ഒരു മെച്യൂരിറ്റിയിലേക്കുള്ള ഒരു പ്രോസസ്സായിട്ട് നിങ്ങളെ കാണുകയാണ്. ഈ രണ്ട് വ്യത്യാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് മനസ്സിലാവാനാണ് ക്രിസ് ഐജറിസിന്റെ മെച്യൂരിറ്റി ഇമ്മെച്യൂരിറ്റി തിയറി. അതിൽ പറയുന്നത് പാസിറ്റിവിറ്റി ടു ആക്ടിവിറ്റി, ഒരു ജോലിയായാലും ശരി പല സ്ഥലങ്ങളും ആക്റ്റീവ് ആവാൻ ചിലപ്പോൾ ആദ്യം ചിലപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടാവില്ല. അതൊരു കണ്ടിന്യൂ ആണ്. പിന്നീട് നിങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു അസംഷനിൽ നിങ്ങളടുത്ത് ബിഹേവ് ചെയ്യുമ്പോഴാണ് നിങ്ങളത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യില്ല എന്നൊരു അസംഷനിൽ നിങ്ങൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും. ഓക്കെ, അടുത്തത് ഡിപ്പെൻഡൻസ് ടു ഇൻഡിപെൻഡൻസ്. എല്ലാ കാര്യത്തിലും ചിലപ്പോൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മാനേജ്മെന്റ് എന്താ വിചാരിക്കേണ്ടത്, ഓക്കെ അയാൾ ഇപ്പം ഡിപ്പെൻഡൻ്റ് ആണെങ്കിലും പിന്നീട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തോളും. ആ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്, അല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്യല്ല ചെയ്യുക. അതുപോലെ തന്നെ ഷാലോ ആൻഡ് ഡീപ്പ് ഇൻട്രസ്റ്റ്. അപ്പോൾ ആദ്യം ചിലപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ആയിട്ടോ അതിൻ്റെ കാര്യങ്ങളുമായിട്ടോ യാതൊരു ഇൻട്രസ്റ്റും ചിലപ്പോൾ കാണിച്ചെന്ന് വരില്ല. പിന്നീട് നിങ്ങൾക്ക് അതിൽ കൂടുതൽ ധാരണ കിട്ടുമ്പോൾ എന്താണ് നിങ്ങളുടെ മിഷൻ എന്താണെന്ന് അറിയുമ്പോൾ കൂടുതൽ ഡീപ്പ് മാറും. ആ മാറാനുള്ള നിങ്ങളുടെ ആ കണ്ടിന്യൂത്തെ എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത്. Okay, management implication. Organization should promote personal growth and empowerment to increase effectiveness. അവരുടെ വാക്കിൽ ഒരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, പ്രൊമോട്ട് പേഴ്സണൽ ഗ്രോത്തും പേഴ്സണൽ എംപവർമെൻറ്റും ഉണ്ടാക്കുകയാണ് ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് തിയറീസാണ്. അടുത്തത് ഹെഴ്സ്ബർഗ് ടു ഫാക്ടർ തിയറി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത് തന്നെയാണ്. ഹെഴ്സ്ബർഗ് ആണ് ഉണ്ടാക്കിയത്. രണ്ട് തിയറികളാണുള്ളത്. ഒന്ന് മോട്ടിവേറ്റേഴ്സും ഹൈജീൻ ഫാക്ടറും. അപ്പോൾ ഈ ഒരു ഹൈജീൻ ഫാക്ടർ ഇല്ലെങ്കിൽ അത് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുകയും മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഇല്ലെങ്കിൽ അത് മോട്ടിവേഷൻ ഉണ്ടാവാതിരിക്കും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ, അതായത് അതില്ലെങ്കിൽ വളരെ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ, കമ്പനി പോളിസി നല്ലതല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും, സാലറി നല്ലതല്ലെങ്കിൽ നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ആക്കും, ജോബ് സെക്യൂരിറ്റി, വർക്കിംഗ് കണ്ടീഷൻ, സൂപ്പർവിഷൻ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു ഹൈജീൻ ഫാക്ടറാണ്. ഇത് വേണം. ഇതില്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഫലം. എന്നാൽ ചില കാര്യങ്ങളുണ്ട്, അതില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ന്യൂട്രൽ വേയിൽ പോവും. പക്ഷെ അതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് അവരെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. അതെന്തൊക്കെയാണ്? അച്ചീവ്മെൻറ്റ്, റെക്കഗ്നിഷൻ, വർക്ക് ഇറ്റ് സെൽഫ്, അവർ തന്നെ വർക്ക് ചെയ്യുക, റെസ്പോൺസിബിലിറ്റി, അഡ്വാൻസ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്, ഇതൊക്കെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സാണ്. എന്തൊക്കെയാണ് ഇൻസൈറ്റ്? റിമൂവിങ് ദ ഡിസാറ്റിസ്ഫാക്ഷൻ സമമല്ല മോട്ടിവേഷൻ. അതായത് ആ ഐഡിയ ഉണ്ടല്ലോ, അതായത് ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥയും, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥയല്ല. ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത് ചില ഫാക്ടേഴ്സ് ആണ്, മോട്ടിവേഷൻ ഉണ്ടാക്കുന്നത് ചില ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ആ ഒരു തരത്തിലുള്ള ഇക്വേഷൻ കൊണ്ടുവന്നത് ഹെഴ്സ്ബർഗ് ആണ്.
To truly motivate employees, focus on intrinsic factors. അതായത് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ഫാക്ടേഴ്സ് ഒക്കെയാണ് എടുക്കേണ്ടതെന്നും ഇനി അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഒഴിവാക്കണമെങ്കിൽ എന്ത് ഫാക്ടേഴ്സ് ആണ് നിർബന്ധമായിട്ട് ഒരു ഓർഗനൈസേഷനിൽ വേണ്ടതെന്നും ഇത് ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവ്ഡ് ഹൈജീൻ ടു അവോയ്ഡ് ഡിസാറ്റിസ്ഫാക്ഷൻ, എൻഹാൻസ് മോട്ടിവേറ്റേഴ്സ് ടു ബൂസ്റ്റ് പെർഫോമൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇനി അടുത്തത് ഡിസിഷൻ മേക്കിംഗ് തിയറി. ഡിസിഷൻ മേക്കിംഗ് തിയറി ഹെർബർട്ട് സൈമൺ ആണ്. നോബൽ സമ്മാനമൊക്കെ വാങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഓക്കെ, ഇദ്ദേഹമാണ് ഈ ബിഹേവിയറൽ എക്കണോമിക്സിന് എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട അത് തുടങ്ങി വെച്ചത് തന്നെ ഈ ഹെർബർട്ട് സൈമൺ ആണ്. ആള് നിസ്സാര പുള്ളിയല്ല. ഓക്കെ, അദ്ദേഹത്തിന്റെ തിയറിയാണ് ഡിസിഷൻ മേക്കിംഗ് തിയറി. ഫോക്കസ് ഓൺ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആസ് എ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒരു മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എടുക്കുന്ന ഡിസിഷനാണ് മാനേജ്മെന്റ്. എല്ലാ സമയത്തും ഒരു ഡിസിഷൻ എടുക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഡിസിഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ബൗണ്ടഡ് റാഷണാലിറ്റി. അതായത് അദ്ദേഹത്തിന്റെ രണ്ട് ടേം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്ന് ബൗണ്ടഡ് റാഷണാലിറ്റി, രണ്ടാമത്തത് സാറ്റിസ്ഫൈസിങ്. അതിൽ ആദ്യത്തെ ബൗണ്ടഡ് റേഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു ലിമിറ്റേഷൻ ഉണ്ട് മാനേജർക്ക് തീരുമാനം എടുക്കാൻ. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മാനേജേഴ്സ് ടൈം സാറ്റിസ്ഫൈസിങ് നോട്ട് പെർഫെക്റ്റ് ഡിസിഷൻ ഡ്യൂ ടു കോഗ്നിറ്റീവ് ആൻഡ് ഇൻഫോർമേഷണൽ ലിമിറ്റ്. നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടത്ര ഇൻഫോർമേഷൻ ഇല്ലാതിരിക്കുക. അതേപോലെ തന്നെ നമുക്കൊരു മെന്റൽ കപ്പാസിറ്റി ഉണ്ടല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏത് ടെൻസ്ഡ് ആയിട്ടുള്ള സമയത്താണോ ഒക്കെ അപേക്ഷിച്ച് ആ സമയത്ത് നമ്മുടെ ഡിസിഷൻ പവർ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാനുള്ള നമ്മുടെ എബിലിറ്റിനെ ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ പറയാത്ത ഒരു കാര്യം കൂടെ ടൈം. ചില സമയത്ത് നമുക്ക് ഡിസിഷൻ അങ്ങനെ എൻഡ്ലെസ്ലി നമുക്ക് നീക്കി വെക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ഡിസിഷൻ പെട്ടെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ആ ഡിസിഷൻ എടുക്കേണ്ട സമയം, നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി, ഇൻഫോർമേഷൻ ലിമിറ്റ്, ഇതൊക്കെ വെച്ച് ഒരു മാനേജർ വലിയ കുഴപ്പമില്ലാത്ത ഒരു തരക്കേടില്ലാത്ത ഒരു ഡിസിഷനാണ് എടുക്കുക. ഓക്കെ, ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഡിസിഷൻ, ഇതിനെയാണ് സാറ്റിസ്ഫൈസിങ് എന്ന് പറയുന്നത്. ഈ ടേം പഠിക്കണം. ഹെർബർട്ട് സൈമൺ ആണ് കോയിൻ ചെയ്തത്. ബൗണ്ടഡ് റാഷണാലിറ്റി ഇദ്ദേഹത്തിനെയാണ്. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് മാൻ ആൻഡ് എക്കണോമിക് മാൻ. ഇതിൽ പറയുന്നത് തന്നെയാണ്. മീൻസ് എക്കണോമിക് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ എടുക്കുന്നത് വളരെ റാഷണലായിട്ട് അവരുടെ ആ എമൗണ്ടിന് മാക്സിമം യൂട്ടിലിറ്റി വരുന്ന തരത്തിൽ ചിന്തിച്ച് എടുക്കുന്ന ഒരു പെരുമാറ്റമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് മാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അയാൾ ഒരു റീസണബിൾ ഡിസിഷൻ എടുക്കുകയാണ് കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ. ഓക്കെ, ഇത് ആക്ച്വലി എക്കണോമിക്സിലേക്ക് സ്പ്രെഡ് ചെയ്തതാണ് ബിഹേവിയറൽ എക്കണോമിക്സ്. അതായത് ആദ്യത്തെ അസംഷൻ എന്താണ്? ഒരു എക്കണോമിക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റാഷണൽ ആണ്. അയാളുടെ യൂട്ടിലിറ്റി പരമാവധി ആക്കുന്ന രീതിയിലാണ് അയാൾ ബിഹേവ് ചെയ്യുക എന്നാണ് മൈക്രോ എക്കണോമിക്സിന്റെ ബേസിക് തിയറി. ഓക്കെ, എന്നാൽ ബിഹേവിയറൽ എക്കണോമിക്സിൽ പറയുന്നത് അങ്ങനെയല്ല. ഒരു ബിഹേവിയറൽ പാറ്റേൺ ഉണ്ട്, അയാൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനുള്ളിൽ നിന്ന് അയാൾ എങ്ങനെ അയാളുടെ പൈസ ചെലവാക്കുന്നു എന്നുള്ളതാണ് ഈ ബിഹേവിയറൽ എക്കണോമിക്സ്. നമുക്ക് പഠിക്കാനില്ല, ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോൾ അത് ഒന്ന് പറഞ്ഞു മാത്രമല്ല. ഇനി പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ്. ഏതെങ്കിലും ഡിസിഷൻ വളരെ റൂട്ടീനായിട്ട് എല്ലാ ദിവസവും എടുക്കുന്നതാണ്, റിപ്പീറ്റഡ് എടുക്കുന്നതാണ്, എന്തെങ്കിലും ക്ലിയർ റൂൾസ് അതിലുണ്ടെങ്കിൽ അത് പ്രോഗ്രാംഡ് ഡിസിഷനാണ്. എന്നാൽ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ വളരെ യൂണീക്കായിട്ട് ഇതുവരെ എടുത്ത കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഡിസിഷൻ എടുക്കണം, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജഡ്ജ്മെന്റ് അതിൽ അനിവാര്യമായിട്ട് വരും. ഇത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ അത് നോൺ പ്രോഗ്രാംഡ് ഡിസിഷനാണ്. അപ്പോൾ ആ പ്രോഗ്രാം ഡിസിഷൻ എടുക്കുന്ന അത്ര എളുപ്പമല്ല നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ എടുക്കാൻ. ഓക്കെ, ഈ ഡിസിഷനെ രണ്ടായിട്ട് തരംതിരിച്ചു എന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പ്രോഗ്രാംഡ് ഡിസിഷനും നോൺ പ്രോഗ്രാംഡ് ഡിസിഷനും. എന്താണ് കോൺട്രിബ്യൂഷൻ നോക്കാം. ഈ മോഡേൺ മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ ബിഹേവിയറൽ തിയറിന്റെ ഫൗണ്ടേഷൻ ഇട്ടത് ഈ ഹെർബർട്ട് സൈമൺ ആണ്. മോഡേൺ മാനേജ്മെന്റിന്റെ ഫൗണ്ടേഷൻ ഇട്ടെന്ന് പറഞ്ഞിട്ട് ഈ ഡിസിഷൻ മേക്കിംഗ് തിയറി മോഡേൺ തിയറി അല്ല കേട്ടോ, ഇത് നിയോ ക്ലാസിക്കൽ തിയറി തന്നെയാണ്.
highlighted the realistic limitation of decision making in complex environment. ഒരു കോംപ്ലക്സ് എൻവയൺമെൻറ്റിൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ ഹെർബർട്ട് സൈമൺ സാധിച്ചു. ക്രിറ്റിസിസം എന്താണെന്ന് നോക്കാം. ഓവർ എംഫസിസ് ഓൺ ഡിസിഷൻ മേക്കിംഗ് മേ ഇഗ്നോർ അതർ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. ഈ ഡിസിഷൻ മാത്രമാണ് ഇതിൽ എംഫസിസ് കൊടുക്കുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ എന്തോരം കാര്യങ്ങൾ പഠിച്ചു ഫങ്ഷണൽ മാനേജ്മെൻറ്റ് തിയറിയിലും സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയിലും മറ്റു പല സ്ഥലങ്ങളിലും ഡിസിഷൻ എന്നുള്ള ഒരൊറ്റ പോയിന്റിലല്ലല്ലോ അവിടെ മാനേജ്മെൻറ്റ് നടക്കും. മാനേജ്മെൻറ്റ് നടക്കുന്നത് വേറെ പല കാര്യങ്ങളിലാണ്. ആ കാര്യങ്ങൾ മുഴുവൻ ഇദ്ദേഹം എന്ത് ചെയ്തു, സൈഡ് ലൈൻ ചെയ്തു. Still doesn't fully address emotional and political factors in organization. അതായതിന് ഇമോഷണൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയില്ല ഓർഗനൈസേഷനുള്ളിൽ. ഓക്കെ, ഇത്രയാണ് നിയോ ക്ലാസിക്കൽ അപ്രോച്ചസ്. അതിലെ ലിമിറ്റേഷൻ. ആദ്യത്തത് ഓവർലി ഐഡിയലിസ്റ്റിക് ക്യാൻ ബി ഇംപ്രാക്ടിക്കൽ ഇൻ റിയൽ വേൾഡ് സിനാരിയോസ്. നമ്മളിത് ഒരു തിയറി ആയിട്ട് പഠിക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും. പക്ഷേ റിയൽ ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വലിയ കൃത്യതയില്ല. നമുക്ക് അത് ഓരോരുത്തരുടെ സ്കില്ലനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. അപ്പം അത് അത്ര ക്ലിയർലി ഡിഫൈൻഡ് അല്ല. രണ്ടാമത്തത് പ്രൊഡക്ടിവിറ്റി. മേ നോട്ട് ഓൾവേസ് ലീഡ് ടു ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ ഇൻഫോർമൽ ഓർഗനൈസേഷനെയും മറ്റ് ഇതിന് എല്ലാ കാര്യങ്ങളെയും ജോബ് മോട്ടിവേഷനും എല്ലാതും അത്ര അങ്ങോട്ട് അഷ്വറൻസ് ചെയ്യുന്നില്ല പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. ക്വാണ്ടിഫൈയിങ് ഇമ്പാക്റ്റ്, ഡിഫിക്കൽട്ടി ഇൻ മെഷറിങ് ഹ്യൂമൻ റിലേഷൻ പ്രാക്ടീസസ്. ഇതെല്ലാത്തിനും കൂടിയിട്ട് എന്താ പറയുക, ക്വാണ്ടിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. നമ്മുടെ ഈ ആസ്പിറേഷൻസ് ഒക്കെ എങ്ങനെയാണ് മെഷർ ചെയ്യുക, അതൊരു പ്രശ്നമുണ്ട് അല്ലേ. ഓക്കെ, അടുത്തത് മോഡേൺ. ഇത്രയാണ് ഹ്യൂമൻ റിലേഷൻസ് തിയറി. അടുത്തത് മോഡേൺ അപ്രോച്ചാണ്. ഈ മോഡേൺ അപ്രോച്ചിൽ ഞാൻ ഒന്നും എടുക്കുന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷനിലെ മറ്റ് തിയറികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ സിസ്റ്റം തിയറിയും കണ്ടിജൻസി തിയറിയും ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചും നമ്മൾ മാനേജ്മെൻറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അത് സിസ്റ്റം തിയറിയൊക്കെ കണ്ടിജൻസി തിയറി അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിട്ട് ഞാൻ മാറ്റി വെച്ചതാണ് മാനേജ്മെൻറ്റിൽ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഓരോ ക്ലാസ്സായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ പഠിക്കണം ഏത് അപ്രോച്ചിലാണ് വരുന്നതെന്ന്. മോഡേൺ അപ്രോച്ചിൽ വരുന്നത് സിസ്റ്റം തിയറി, കണ്ടിജൻസി തിയറി, ക്വാണ്ടിറ്റേറ്റീവ് തിയറി. നിയോ ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്നത് ബിഹേവിയറൽ തിയറി, ഡിസിഷൻ മേക്കിംഗ് തിയറി, പിന്നെ ഹ്യൂമൻ റിലേഷൻ തിയറി. ക്ലാസിക്കൽ അപ്രോച്ചിൽ വരുന്നത് ബ്യൂറോക്രസി, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്. ഇത് പക്കായിട്ട് പഠിക്കണം കേട്ടോ, ആ ഒരു ഫ്രെയിം വർക്ക്. ആക്ച്വലി ഇത് ഏതൊക്കെ വർഷങ്ങളാണ്, ഏതിൻ്റെയാണ് ലിമിറ്റേഷൻസ് പറയാൻ പറഞ്ഞത്? നിയോ ക്ലാസിക്കൽ തിയറിയാണോ? ഓക്കെ, അതിൽ ക്യാൻ ബി ഇംപ്രാക്ടിക്കൽ ഇൻ റിയൽ വേൾഡ് സിനാരിയോ. അത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മാസ്ലോൻ്റെ 5 തരത്തിലുള്ള നീഡുകളുണ്ട്, ലെവൽ ഓഫ് നീഡ്. ഒരു വ്യക്തി ഏത് നീഡ് ലെവലിലാണെന്നുള്ളത് നമുക്ക് റിയൽ ലൈഫിൽ അത്ര എളുപ്പമാണോ? നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇത് പറയുന്നത് ശരിയാണ്. ഫിസിയോളജിക്കൽ നീഡ്സ്, അതുപോലെ സേഫ്റ്റി നീഡ്സ്, സോഷ്യൽ ബിലോങ്ങിങ്സ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, അതൊക്കെ റെഡിയാണ്. പക്ഷേ ഒരു വ്യക്തി ഏത് ലെവലിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ പല തിയറി എക്സ്, തിയറി വൈ. തിയറി എക്സ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. തിയറി വൈ എന്നുള്ളത് ഒരു പുതിയ മോഡേൺ മാനേജ്മെന്റ് അപ്രോച്ചാണ്. അപ്പോൾ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അലസനായിരിക്കും. ഓക്കെ, അയാളെ കൂടി നമ്മൾ അതാണ് ക്രിസ് അജേറിസിന്റെ തിയറിയിൽ പറയുന്നത്. ചില ആൾക്കാർ സത്യമായിട്ടും അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അവരെ നമ്മൾ അസ്യൂം ചെയ്യാണ്, ഓക്കെ നല്ല വ്യക്തിയാണ്, അയാൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ട് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യണ്ടേ. ആ ഐഡന്റിഫൈ ചെയ്യാൻ റിയൽ ലൈഫിൽ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പല ഇഷ്യൂസും ഉണ്ട്. ഓക്കെ, അതാണ് ഈ ഓവർലി ഐഡിയലിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ പ്രൊഡക്ടിവിറ്റി. ഇതുപോലെ തന്നെ ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ച് മറ്റ് പല സംഭവങ്ങളിലും ഇത് ഈ ബിഹേവിയറൽ തിയറി കംപ്ലീറ്റ് ആയിട്ട് പ്രാക്ടിക്കലൈസ് ചെയ്താലും പ്രൊഡക്ടിവിറ്റി കൂട്ടുമെന്ന് അത്ര ഉറപ്പൊന്നുമില്ല. ഓക്കെ,
ഒരാൾ മോട്ടിവേഷൻ ചെയ്ത് എന്നുള്ളതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ എന്താണ്, ചില സ്ഥലങ്ങളിലെല്ലാം ഒരു 60-70% ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക്, നമ്മുടെ ക്ലാസിക്കൽ അപ്രോച്ചിൽ എടുക്കുന്ന പരിപാടി തന്നെ, ബ്യൂറോക്രസിയിൽ എടുക്കുന്ന പരിപാടി തന്നെയാണ് ആക്ച്വലി ഗുണം ചെയ്യുക മാനേജ്മെന്റിന്. ഓക്കെ, അപ്പൊ പ്രൊഡക്ടിവിറ്റി ഇത് ഭയങ്കരമായിട്ട് കൂട്ടും. ഓവർ എംഫസിസ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിൽ ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് മെഷർ ചെയ്യാനുള്ള പ്രശ്നം, കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒക്കെ സൈക്കോളജിയാണല്ലോ ഇതിൻ്റെ കൂടുതൽ നിൽക്കുന്നത്. സൈക്കോളജിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര മെഷർ ചെയ്തിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് ലിമിറ്റേഷൻസ്. ഓക്കെ, ഓക്കെ. അതുപോലെ ഈ മോഡേൺ അപ്രോച്ചസ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ അല്ലെങ്കിൽ അതിൻ്റെ ചലഞ്ചസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെക്നോളജിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ടെക്നോളജി, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ് വളരെയധികം ചേഞ്ച്, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് കോമ്പറ്റീഷൻ കൂട്ടി. അതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് അതിനെ അഡോപ്റ്റ് ചെയ്യണം. ഓക്കെ, പഴയ തിയറികൾ, ഹ്യൂമൻ റിലേഷൻ തിയറി, അതുപോലെ നിയോ ക്ലാസിക്കൽ തിയറിയോ ക്ലാസിക്കൽ തിയറിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള തിയറികൾ വെച്ച് പോയി കഴിഞ്ഞാൽ അതൊന്നും അത്ര ഈസിലി അഡോപ്റ്റബിൾ അല്ല. പുതിയ തിയറികൾ എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, ഡൈനാമിക്കാണ്. വളരെ പെട്ടെന്ന് ഇത് പുതിയ പുതിയ റിയാലിറ്റീസ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാനും ഒക്കെ പുതിയ തിയറീസുകളാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളത്. അതെങ്ങനെയാണെന്നും കണ്ടിജൻസി തിയറിയും അതുപോലെ സിസ്റ്റം തിയറിയും അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, AI അല്ലെങ്കിൽ മറ്റ് പല AI പോലെ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ. ആ കാര്യങ്ങൾ വേൾഡ് ഭയങ്കര ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ടത്തെ രീതിയിലുള്ള ഒരു പേസ് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ മാറ്റങ്ങളാണ്. അപ്പോൾ അതൊക്കെ അക്കോമഡേറ്റ് ചെയ്ത് അതിനെ സർവൈവ് ചെയ്യണ്ടേ ഒരു ഓർഗനൈസേഷന്. പല സ്ഥലങ്ങളിലും പല മാറ്റങ്ങൾ വരുന്നു. അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോൾ തിയറി, യൂണിറ്റി ഓഫ് കമാൻഡ് ഇതിൽ മാത്രമൊക്കെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനി പോകുന്ന വഴി അറിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കമ്പനികൾക്ക് ആ മെത്തേഡുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. പുതിയ പുതിയ മാനേജ്മെൻറ്റ് അപ്രോച്ചുകൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ നോക്കാം. ഓക്കെ, കോൺസ്റ്റന്റ് എവല്യൂഷൻ, അതുപോലെ അഡാപ്റ്റബിലിറ്റി, അതുപോലെ തന്നെ പീപ്പിൾ സെൻറ്റേഡ്, ഇതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതായത് കോൺസ്റ്റന്റ് ആയിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, തിയറി മാറുന്ന ലോകത്തിനനുസരിച്ച് മാറുന്ന രീതിയിൽ മാനേജ്മെൻറ്റ് മാറിക്കൊണ്ടിരിക്കണം. അഡാപ്റ്റബിൾ, പുതിയ പുതിയ കാര്യങ്ങൾ വരും. അപ്പോൾ അതിനെ കൂടുതൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചേഞ്ചിന് ഒരു വിധേയമാകണം. അതുപോലെ തന്നെ പീപ്പിൾ സെൻറ്റേഡ്, ജനങ്ങൾ വർക്ക് ചെയ്യുന്ന എംപ്ലോയി അല്ലെങ്കിൽ അവർ അതായത് രണ്ട് തരത്തിൽ ഒരു മാനേജ്മെൻറ്റ് ഉണ്ട്. ഒന്ന് മെയിൻ സ്ട്രീം മാനേജ്മെൻറ്റും മൾട്ടി സ്ട്രീം മാനേജ്മെൻറ്റും. മെയിൻ സ്ട്രീമിൽ ആകെ കൂടി നോക്കുന്നത് പ്രോഫിറ്റ് എത്ര കിട്ടും എന്ന് മാത്രം. മൾട്ടി സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എത്ര സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടോ അവർക്കൊക്കെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ. ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അവർക്ക് എത്രത്തോളം വാല്യൂ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് കസ്റ്റമേഴ്സിന്. എംപ്ലോയീസ് ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. അപ്പോൾ ആ എംപ്ലോയീസിന് എത്രത്തോളം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അവർക്ക് എത്രത്തോളം സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അവർക്ക് എത്രത്തോളം പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അതും അത്തരത്തിലുള്ള മൾട്ടി സ്ട്രീമിങ് പല ഉദ്ദേശങ്ങളാണ്. പണ്ടത്തെ കമ്പനികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉദ്ദേശമുള്ളൂ, പ്രോഫിറ്റ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. പീപ്പിൾ സെൻറ്റേർഡ് ആയിട്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അതിന് പറ്റിയ അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കണം, അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പീപ്പിൾ സെൻറ്റേർഡ് ആയിക്കൊണ്ടിരിക്കണം. ആ രീതിയിൽ എത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അതിനൊക്കെ സഹായിക്കുന്ന രീതിയിൽ മാനേജ്മെൻറ്റ് ഇവോൾവ് ചെയ്ത് വരുന്നു. ഓക്കെ, ഇതാണ് മാനേജ്മെൻറ്റ് തിയറി ഇവല്യൂഷനിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, താങ്ക് യു.